സാരമില്ല, എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പോട്ടെ, ഇതൊക്കെ ഒരു വിധിയാന്ന് വെച്ചോ, അല്ലാതെ എന്ത് പറയാനല്ലേ. എന്റെ മക്കളെക്കുറിച്ച് ഓർത്ത് ഓരോ നിമിഷവും നീറിപ്പോകുകയാ ഞാൻ. സത്യം, ഒന്ന് കൊതി തീരെ ഞാൻ അവരുടെ മുഖം കണ്ടിട്ടില്ല. അവര് വളരുന്നതിന് മുൻപേ ഞാൻ ചതിക്കപ്പെട്ടിവിടെയായി. അമ്മയില്ലാതെ വളരുന്ന എന്റെ മക്കള്, അവരിപ്പോ എങ്ങനെയാ, എവിടെയാ, ഒന്നും എനിക്കറിയത്തില്ല. മൂത്തവൻ ഗിരി, പിന്നെ രത്ന, രശ്മി. കൂട്ടത്തിൽ ഏറ്റവും കുറുമ്പുകാരി അവളായിരുന്നു രശ്മി. പിന്നെ റാണി. അവള് തുള്ളിച്ചാടി എന്റെ നേരെ ഒരു വരവുണ്ട് അമ്മേന്നും പറഞ്ഞ്. ഒരു നിമിഷം പോലും അടങ്ങിയിരിക്കില്ല അവള്. പിന്നെ കൂട്ടത്തിൽ ഏറ്റവും പാവം മറ്റവള രത്ന. എന്തോ കൊച്ചുനാള് മുതലേ ഒക്കെ ഒരു അടക്കോ ഒതുക്കോ ഒക്കെ ഉണ്ടായിരുന്നു. ഞാൻ കഴിഞ്ഞ പിന്നെ ഇളയതുങ്ങളുടെ അമ്മ അവളായിരുന്നു. എനിക്ക് മക്കളെക്കുറിച്ച് ഓർക്കുമ്പോൾ ആശ്വസിക്കാൻ ഒരു വകയുണ്ട്. എന്റെ മോൻ ഗിരി, അവൻ മറ്റെല്ലാരെയും സംരക്ഷിച്ചോളും. അത് അവൻ കുഞ്ഞായിരുന്നപ്പോഴേ എനിക്ക് ബോധ്യമായ കാര്യമാണ്. പാവം എന്റെ ശങ്കരേട്ടൻ എന്നെ ഓർത്ത് സമാധാനം ഇല്ലാതെ ഇപ്പൊ അലയുന്നുണ്ടാവും. എന്റെ കുഞ്ഞുങ്ങളും ശങ്കരേട്ടനും എല്ലാരും എന്നെ കുറിച്ച് എന്തായിരിക്കും ധരിച്ചിട്ടുണ്ടാവുക? ആ, കരിനീലിക്കാവിലമ്മ തെളിയിച്ചോളും എന്താ സത്യമൊന്ന്. ഒരു തെറ്റും ചെയ്യാത്ത ആളാ ഞാനെന്ന്. ഗംഗേച്ചി ആരാ ചതിച്ചത്? എങ്ങനെ? എന്റെ ശങ്കരേട്ടന്റെ പെങ്ങടെ ഭർത്താവ് പടനിലത്ത് പത്മനാഭൻ. ആ കൊടും ചതിയനാ എന്റെ ജീവിതം തകർത്തത്. ഗംഗ പത്മനാഭം കൊന്നില്ല, ചതിച്ച് ജയിലിലാക്കി. പക്ഷെ പാർവതി അങ്ങനെയല്ല. ഗംഗയ്ക്ക് ഞാൻ കൊടുത്ത സൗജന്യം പാർവതിക്ക് നൽകില്ല.